നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായ മലബന്ധത്തെ പറ്റിയാണ്. ഈ കോൺസ്റ്റിപ്പേഷൻ മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോൾ പല രോഗങ്ങളുടെ അനുബന്ധമായിട്ടായിരിക്കാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗികളിൽ, ടൈപ്പ് 2 ഡയബറ്റീസിലൊക്കെ. അതേപോലെ ചില ആൾക്കാർ BP-ക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സൊക്കെ കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ അതേപോലെ തന്നെ മറ്റ് കാരണങ്ങൾ, ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള, അതായത് നോർമലായിട്ടുള്ള ദിനചര്യയിൽ വ്യത്യാസം വരുന്ന ജോലികൾ ചെയ്യുന്ന ആൾക്കാർ, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കും, ചിലപ്പോൾ ഡേ ഡ്യൂട്ടി ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള ശരീരത്തിൽ ഈ പറഞ്ഞ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ കോൺസ്റ്റിപ്പേഷൻ ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്താണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളതിന് ഉള്ള ഒരു സയൻറ്റിഫിക് നിർവചനം എന്ന് പറഞ്ഞാൽ, തുടർച്ചയായി 3 ദിവസത്തിൽ കൂടുതൽ വയറൊഴിഞ്ഞു പോകാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അതേപോലെ തന്നെ വയറൊഴിഞ്ഞു പോകുമ്പോൾ രോഗിക്ക് വളരെയധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, അതേപോലെ തന്നെ സ്റ്റൂൾസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വലിപ്പം കുറഞ്ഞു പോവുക, ഹാർഡായിട്ട് തീരുക, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു, കോൺസ്റ്റിപ്പേഷന് കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഇൻറ്റസ്റ്റൈൻസിലുള്ള പ്രശ്നങ്ങൾ, പ്രധാനമായിട്ടും GIT-യിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പ്രധാന കാരണമാണ്. ചിലപ്പം ഇൻറ്റസ്റ്റൈൻ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുള്ള ആൾക്കാരുണ്ടാവാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് പ്രശ്നങ്ങൾ, കാൽസ്യം ഗുളികകൾ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർ, BP-ക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആൻറ്റാസിഡ്സ് കഴിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ആൻറ്റിഹിസ്റ്റമിൻസ് തുടർച്ചയായിട്ട് കഴിക്കുന്ന, അങ്ങനെ പല വിധത്തിൽ പ്രത്യേക മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഈ ദിനചര്യ വ്യത്യാസമുള്ള ആൾക്കാർ, അധികം ഫൈബർ കൂടിയ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ, വെള്ളം കൂടി കുറവുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാരിലൊക്കെ കൂടുതലായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കാരണങ്ങളാണ്. ഇനി ലക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചില ആൾക്കാർക്ക് വേദന ഉണ്ടാകും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ വയർ നിറഞ്ഞിരിക്കുന്ന പോലുള്ള അവസ്ഥ ഉണ്ടാവും, വയറിലെപ്പോഴും ഗ്യാസ് നിറഞ്ഞു പോലിരിക്കുന്ന ബ്ലോട്ടിങ് ഉണ്ടാവും, അതേപോലെ ഫ്രീക്വൻസി കുറഞ്ഞിരിക്കും, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, ഒത്തിരി ഹാർഡായിട്ടും കട്ടി കൂടിയൊക്കെ ആയിരിക്കും, ജലാംശം വളരെ കുറഞ്ഞൊക്കെയുള്ള സ്റ്റൂൾസ് ആയിരിക്കും രോഗിക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പം ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ഒരു കാരണം, കോൺസ്റ്റിപ്പേഷൻ്റെ കാരണം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പലപ്പോഴും നമുക്കറിയാം, രോഗികൾ സ്വയം ചികിത്സ ചെയ്യുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സ്വയം പോയി മരുന്ന് വാങ്ങിച്ച് സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരുണ്ട്, തുടർച്ചയായി മാസങ്ങളോളം മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് കണ്ടെത്താതെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കാതെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലവിധ കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പം ഹെമറോയിഡ്സ് പോലുള്ള കണ്ടീഷൻസ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ മലത്തിൻ്റെ ഗതിക്ക് തടസ്സം ഉണ്ടാകുമ്പോൾ മലശോധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ പ്രശ്നങ്ങളാണ് നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഡെഫിക്കേഷൻ റിഫ്ലക്സസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതായത് റെക്റ്റത്തിൽ മലം വന്ന് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള ന്യൂറോളജിക്കൽ സിഗ്നൽസ് പെൽവിക് നെർവസിലോട്ട് പോവുകയും അവിടുന്ന് തിരിച്ച് ഇതിന് ഇൻറ്റേർണൽ സ്പിഞ്ചേഴ്സ്, എക്സ്റ്റേണൽ സ്പിഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്, അത് ഓപ്പൺ ആകാൻ വേണ്ടിയുള്ള സിഗ്നൽസ് തിരിച്ച് വരികയൊക്കെ ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഈ പെൽവിക് നെർവസിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസിൽ, അതേപോലെ വേറെ മറ്റ് ക്യാൻസർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, പല കണ്ടീഷൻ, അതായത് ചെറിയ പോളിപ്പുകൾ വല്ലതും വൻകുടലിൽ ഉണ്ടാവുകയാണെങ്കിൽ, അസെൻഡിങ് കോളനിലോ ട്രാൻസ്വേഴ്സിലോ ഡിസെൻഡിങ് കോളനിലോ ഒക്കെ പോളിപ്പുകൾ ഉണ്ടായാൽ, ക്യാൻസർ കണ്ടീഷൻസിലാണ് ഡിസ്റ്റൽ പാർട്ട് ഓഫ് കോളനിലാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കൂടുതലായിട്ടുണ്ടാവും. ബ്ലഡ് സപ്ലൈ കൂടുതലുള്ള അസെൻഡിങ് കോളനാണ്. അപ്പോൾ അത്തരം സ്റ്റേജിലൊക്കെ ബ്ലീഡിങ് ആയിരിക്കും കൂടുതലായിട്ട് രോഗിക്ക് ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ളത്. അതേപോലെ കുടൽ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പം പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ്, ഇതൊക്കെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മലം കുടലിലൂടെ മൂവ് ചെയ്യുന്നത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റും ഉണ്ട്, അതേപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, ആവശ്യത്തിന് ജലാംശം ഇതിൽ വേണം. അപ്പോൾ വൻകുടലിൽ എത്തുമ്പോഴത്തേക്ക് ആ ജലാംശം മുഴുവൻ അബ്സോർവ് ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് ശരീരത്തിൽ. പിന്നെ വേസ്റ്റ് പ്രോഡക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മലത്തിലുള്ള അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റൊക്കെയാണ് മലമായിട്ട് പുറന്തള്ളപ്പെട്ട് പോകുന്നത്. അപ്പോൾ ഈ ഡിലേ ടൈം കൂടുന്നതോറും ഇതിലുള്ള ജലാംശം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് കോൺസ്റ്റിപ്പേഷനുള്ള രോഗികൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടിയുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം. അതേപോലെ തന്നെ പലതരത്തിലുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇൻറ്റസ്റ്റൈൻ സ്റ്റിമുലൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റിമുലൻസ് ഒക്കെ സ്ഥിരമായിട്ട് നേരത്തെ പറഞ്ഞു മാസങ്ങളോളം വാങ്ങിച്ച് കഴിക്കുന്ന രോഗികൾ നമുക്കിടയിലുണ്ട്.
അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിച്ച് ഓവർ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാർഡിയക് ഫെയിലിയർ ഉണ്ടാകും, അതല്ലെങ്കിൽ ഹെമറേജ് ഒക്കെ ഉണ്ടായിട്ട് ഡെത്ത് വരെ, മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു കാരണവശാലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദ സംഹിതകളൊക്കെ പരിശോധിച്ച് 2000 വർഷം മുന്നേ ഈ സംഹിതകൾ പോലും ഈ വിരേചന ഔഷധങ്ങളുടെ കാര്യം പറയുമ്പോൾ മാത്രമാണ് ഡോസ് ഫിക്സേഷൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നതിലുപരി രോഗിയുടെ കോഷ്ഠം പരിശോധിച്ച് മൃദുവാണോ മധ്യമമാണോ ക്രൂരകോഷ്ഠമാണോ എന്ന് പരിശോധിച്ച് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം മരുന്നിന് ഡോസ് പോലും ഫിക്സ് ചെയ്യേണ്ടതെന്ന് പ്രത്യേക ശാസ്ത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. അത്രയും ശ്രദ്ധ കൊടുത്തിട്ടാണ് ആ ഒരു പാർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരം മരുന്നുകൾ സ്ഥിരമായിട്ട് സ്റ്റിമുലൻസ് ആയാലും സ്റ്റൂൾ സോഫ്റ്റ്നറൊക്കെ ആയാലും ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് തന്നെ വേണം ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു മൃദുകോഷ്ഠമായിട്ടൊരാൾക്കാണെങ്കിൽ ത്രിവൃച്ചൂർണ്ണം, അസുഖമായിട്ടുള്ള വിരേചനത്തിന് വേണ്ടിയുള്ളതാണ് ത്രിവൃച്ചൂർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റൂൾ സോഫ്റ്റ്നർ ആക്കണമെങ്കിൽ ശർക്കര ചേർന്നിട്ടുള്ള ത്രിവൃത്താവലേഹം പോലുള്ള പ്രയോഗവിധികളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ മരുന്നും അത് ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. ഇതിനെല്ലാം കോമൺ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ മലശോധനയ്ക്ക് വേണ്ടി സ്ഥിരമായി ഒരു മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല ചികിത്സ. അപ്പം തീർച്ചയായിട്ടും ഇത്തരം മരുന്നുകൾ സ്വന്തമായി സെലക്ട് ചെയ്ത് ഒരു കാരണവശാലും കഴിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമേ കഴിക്കാൻ പാടുള്ളൂ. പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഒരേ മരുന്ന് തന്നെ സ്ഥിരമായി കഴിക്കുന്ന ശീലങ്ങളും ഒക്കെ മാറ്റേണ്ടതാണ്. ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.